പ്രിയ, ഞാനൊരു കഥ പറയാം. ഈ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്. 1983 ഏതാണ്ട് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഡൽഹിയിലെ നമ്പർ 1 സഫ്തർജംഗ് റോഡിലെ 1-ാം നമ്പർ വീട്ടിലേക്ക് ഒരു കോൾ വരുന്നു. ആ വീടിൻ്റെ പ്രത്യേകത അറിയോ? ഇല്ല. നമ്പർ 1 സഫ്തർജംഗ് റോഡ് ഇന്നതൊരു മ്യൂസിയമാണ്. ഇന്ദിരാഗാന്ധി താമസിച്ചിരുന്ന വീടാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് അതൊരു മ്യൂസിയമാക്കി മാറ്റി. അപ്പോൾ ഇന്ദിര താമസിക്കുന്ന വീട്ടിലേക്ക് ഹോട്ട് ലൈനിൽ ഒരു കോൾ വരുന്നു. അന്ന് വയർലെസ്സൊക്കെ ഉണ്ട്, മൊബൈലൊന്നുമില്ലല്ലോ. ഹോട്ട് ലൈൻ അറിയാമല്ലോ, വിവിധ രാജ്യത്തലവന്മാർക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ലൈനാണ്. അത് വേറെ ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ആ കോൾ വന്നിരുന്നത് ഇസ്രയേലിൽ നിന്നാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന മെനാഹോം ബെഗിൻ ഫോണിൽ ഇന്ദിരാഗാന്ധിയെ വിളിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ വിളിച്ചിട്ട് പറയുന്നു, ഒരാവശ്യം പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇന്ദിര അതിനോട് സഹകരിച്ചാൽ വിൽ സോൾവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഇന്ദിരാഗാന്ധി ഞാൻ പറയുന്ന കാര്യത്തോട് സഹകരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്തായിരുന്നു ആ കാരണം? എന്തായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ആവശ്യം? അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് പറയാതെ പോയ ഒരു ചരിത്രമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി മെനാഹോം ബെഗിൻ, ചിലർ പറയുന്നുണ്ട് ഇഷാഖ് ഷാമിറാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ കാലയളവിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിമാർ മാറി മാറി വരികയാണ്. അപ്പോൾ ഷാമിറാണോ ബെഗിനാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഇതിപ്പോൾ ഞാൻ പറയാനൊരു കാരണം, CIA ഒരു ഓഫീസറായിരുന്ന റിച്ചാർഡ് ബാർലോ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഇയാൾ 1980 കാലത്ത് അമേരിക്കയുടെ ചാരസംഘടനയായ CIA കൗണ്ടർ പ്രൊലിബറേഷൻ ഓഫീസറായിരുന്നു. അപ്പോൾ അയാൾ അക്കാലത്തെ അയാളുടെ CIA അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഫോൺ സന്ദേശം എന്ന് പറയുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നു, ഇന്ദിര എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നൊരു കാലമാണ്, ഞങ്ങൾക്കൊരു സഹായം വേണം. ഞങ്ങളുടെ F-15 F-16 വിമാനങ്ങൾ പുറപ്പെടാൻ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്ത്യയിലേക്ക് പറന്നു വരുമ്പോൾ ഞങ്ങൾ നേരെ വന്ന് ഗുജറാത്തിലെ ജാംനഗർ എയർപോർട്ടിൽ ഇറങ്ങാം. നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ സൗകര്യം തരണം. ഇന്നത്തെ പോലെ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇന്ധനം അടിച്ചു തരണം. ഞങ്ങൾ വരുന്നത് പാകിസ്ഥാൻ ഒരു ആണവ പരീക്ഷണശാല ഉണ്ടാക്കുന്നുണ്ട്. അത് അവരനുഭവം ഉണ്ടാക്കാനുള്ള തുടക്കമാണ് അവിടെ നടത്തുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ തകർക്കാൻ വരികയാണ്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ജാംനഗറിൽ ഞങ്ങളെ ഇറങ്ങാൻ സമ്മതിക്കണം. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഇന്ധനം തരണം. ഇനി നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജാഗ്വാർ ഫൈറ്ററുകളെ ഞങ്ങളുടെ കൂടെ ഒന്ന് വിട്ടാക്കൊള്ളാം. വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ പണി തീർത്തോളാം എന്ന് പറയുന്നു. അതിന് ഇന്ദിര കൊടുത്ത മറുപടി ഒരു നാണം കെട്ട നോ ആയിരുന്നു എന്നാണ് റിച്ചാർഡ് ബാർലോ പറയുന്നത്. റിച്ചാർഡ് ബാർലോ പറയുന്നത്, ആ നോ ഇന്ദിര പറഞ്ഞില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് ആണവ രാജ്യമാവില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി നോ പറഞ്ഞു എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് കോൺഗ്രസ്സുകാരൊക്കെ വാഴ്ത്തുന്നത്, ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഉരുക്കു വനിത, പാകിസ്ഥാനെ രണ്ടായി മുറിച്ചു. പാകിസ്ഥാനെ രണ്ടായി മുറിച്ചപ്പോൾ 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ കീഴടങ്ങി. ഈ കീഴടങ്ങിയ 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെയും ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തു. നമ്മുടെ സൈന്യം ലാഹോർ വരെ ചെന്നു, ലാഹോറിന് തൊട്ടടുത്ത് വരെ എത്തി. നമ്മളോട് തിരിച്ചു വരാൻ പറഞ്ഞു. പിടിച്ച 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ വിട്ടുകൊടുത്തപ്പോൾ നമ്മുടെ 54 പട്ടാളക്കാർ പാകിസ്ഥാൻ്റെ പിടിയിലുണ്ടായിരുന്നു, പ്രിസണേഴ്സ് ഓഫ് വാറായിട്ട്. അവരെ ചോദിച്ച് തിരിച്ചു വാങ്ങിച്ചില്ല. 54 പേർ, അതിലും മലയാളിയായ വിങ് കമാൻഡർമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർ പാകിസ്ഥാൻ ജയിലിൽ കിടന്ന് നരകിച്ചു മരിച്ചു. പാകിസ്ഥാനികളെ 93,000 പേരെ ഇന്ദിര വിട്ടുകൊടുത്തു. അത് ചരിത്രത്തിലെ മറ്റൊരു ചതിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഈ നാണം കെട്ട തീരുമാനമെടുത്തത് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ചിലർ പറയുന്നു, ഇന്ന് ഹമാസ് ഒന്നുമില്ല, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, മറ്റേ തലക്കെട്ടുകാരനുണ്ടല്ലോ യാസർ അറാഫത്ത്, ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിട്ടുള്ള ഭീകരനാണ്. അയാളെയാണ് വിശുദ്ധനായി കാണുന്നത്. അയാളും ഇന്ദിരാഗാന്ധിയും തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. അതുകൊണ്ട് ഇസ്രയേൽ ഈ തീരുമാനമെടുക്കുന്നതിനെ PLO സമ്മതിച്ചില്ല.
PLOയുടെ ഇംഗിതത്തിന് വഴങ്ങിയാണ് ഇന്ദിര നോ പറഞ്ഞത് എന്നൊരു തിയറി. രണ്ടാമത്തെ തിയറി, അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഒരു പ്രോക്സി ഭരണം നടക്കുകയാണ്. റൊണാൾഡ് റീഗനാണ് അമേരിക്കൻ പ്രസിഡൻറ്റ്. റീഗനെ വിളിച്ച് ചോദിച്ചു ഇന്ദിരാഗാന്ധി, റീഗൻ സാറേ, ഇസ്രയേൽ പറയുന്നുണ്ട് അവരുടെ വിമാനം ഇങ്ങോട്ട് വരും, പാകിസ്ഥാനിൽ പോയിട്ട് കഹൂട്ട ആണവ പരീക്ഷണ കേന്ദ്രം തകർക്കാമെന്ന് പറയുന്നു, ഞാൻ സമ്മതിച്ചോട്ടെ. ഇപ്പം അവരുടെ ചെറുമകനോ മറ്റോ അല്ലേ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ, അയാൾ പറയുന്ന മോദി കീഴടങ്ങി എന്നല്ല പറയുന്നത്, മോദി ട്രംപിന് കീഴടങ്ങി എന്ന് പറയുന്ന ഇതേ ആളുടെ അപ്പൻ്റെ അമ്മ ഇന്ദിരാഗാന്ധി ഇസ്രായേലിലൊരു ഓഫർ വെച്ചപ്പോൾ റീഗൻ്റെ കാല് പിടിച്ച് ചോദിച്ചു, സാറേ ഞങ്ങൾ സമ്മതിക്കണമെന്ന് ചോദിച്ചപ്പോൾ റീഗൻ പറഞ്ഞു വേണ്ട, കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായാൽ അഫ്ഗാനിസ്ഥാനിലുള്ള ഞങ്ങളുടെ ചില ഓപ്പറേഷന് തടസ്സമാകും, വേണ്ട എന്ന് പറഞ്ഞു. സോവിയറ്റ് യൂണിയനെതിരെയുള്ള അമേരിക്കയുടെ നിഴൽ യുദ്ധത്തിനുള്ള തടസ്സം. അങ്ങനെ അമേരിക്ക കീഴടങ്ങി, PLOയ്ക്ക് കീഴടങ്ങി, ഇസ്രയേലിൻ്റെ ഓഫർ ഇന്ത്യ നിരസിച്ചു. 1976 എഞ്ചിനീയറിംഗ് റിസർച്ച് ലബോറട്ടറീസ് എന്ന പേരിലാണ് ഈ കഹൂട്ട, അതായത് റാവൽപിണ്ടിക്ക് സമീപമുള്ള ഒരു ലാബറട്ടറി ആരംഭിക്കുന്നത്. അത് ഈ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ആണ് അതൊരു ആണവ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായി മാറ്റണമെന്ന് പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന ഭൂട്ടോയ്ക്ക് തോന്നുന്നത്. അങ്ങനെ AQ ഖാൻ എന്ന് പറയുന്ന അവരുടെ ആണവ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഖാനെ ഏൽപ്പിച്ചു. ഖാൻ അവിടെ ഇപ്പം ഈ ഖാൻ്റെ നേതൃത്വത്തിൽ അതിനെ ഡെവലപ്പ് ചെയ്തു. അമേരിക്കൻ സഹായത്തോടെയാണ്. അവരുടെ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ അമേരിക്കയുടെ ആണല്ലോ, അത് ഡെവലപ്പ് ചെയ്തു. അതിനെ പിന്നീട് 1970 ആയപ്പോഴത്തേക്ക് പിന്നീടത് ഖാൻ സെൻറ്റർ എന്ന തരത്തിലേക്ക് മാറ്റി. ഖാൻ റിസർച്ച് ലാബറട്ടറീസ് എന്ന പേരിൽ 1981 പേര് മാറ്റി. ആ 81 പേര് മാറ്റിയ ഖാൻ റിസർച്ച് ലാബറട്ടറിയിൽ ഇത് നടക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണമാണെന്ന് ഇസ്രയേലിലെ ചാരന്മാർ മൊസാദ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇന്ത്യയോട് ചോദിക്കുന്നത് ഞങ്ങൾ അടിച്ച് തകർക്കട്ടെ എന്ന്. അങ്ങനെ ചോദിക്കാൻ മൊസാദിന് ഒരു വലിയ നേട്ടമുണ്ടായിരുന്നു. കാരണം ഇതേപോലെ ഇറാഖ് അതീവ രഹസ്യമായി ഒരു യുറേനിയൻ സമ്പുഷ്ടീകരണ പ്ലാന്റ് നടത്തിയിരുന്നു. അതായത് 1981 81 ഇറാഖിലെ ഒസിറാഖ് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഖാൻ റിസർച്ച് ലാബറട്ടറീസിന് തുല്യമായ ഒരു യുറേനിയൻ എൻറിച്ചിങ് പ്ലാന്റ് ഉണ്ടാക്കിയിരുന്നത് ഇസ്രയേൽ പോയി അടിച്ചു നടത്തും. അപ്പോൾ മുൻ അനുഭവമുണ്ട്, മുൻ പരിചയമുണ്ട്. ആ പരിചയം വെച്ച് 81 ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ കഹൂട്ട അടിക്കാം, ഒറ്റക്കാര്യം ഞങ്ങൾക്ക് എണ്ണയടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രയേൽ വിളിച്ചത്. അപ്പോൾ 81 ഈ ഒസിറാഖ് തകർത്തു. അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ വിളിക്കുന്നത് കഹൂട്ട ഞങ്ങൾ തകർക്കാമെന്ന്. അപ്പോൾ പാകിസ്ഥാനെ അങ്ങനെ നോവിക്കേണ്ട, പാകിസ്ഥാനോടുള്ള മമത, അമേരിക്കയോടുള്ള പേടി, ഹമാസിൻ്റെ പിൻഗാമികളായ PLOയോടുള്ള ഇന്ദിരാഗാന്ധി യാസർ അറാഫത്തോട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടമൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അത്ര വലിയ സൗഹൃദമായിരുന്നു. ഇന്ത്യ ഈസ് ഇൻ മൈ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദിരാഗാന്ധിയെ യാസർ അറാഫത്ത് അന്ന് വാരിപ്പുണർന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അമേരിക്ക പറഞ്ഞത് ഇവർ ഒരു ആണവ കേന്ദ്രം റിസർച്ച് ലാബറട്ടറി നെഗ്ലിജിബിൾ, അതിലൊന്നും കാര്യമില്ല, പാകിസ്ഥാനെ കൊണ്ടൊന്നും കഴിയില്ല. അമേരിക്കയ്ക്ക് അന്നും അറിയാം, ഇന്നും അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഖാൻ റിസർച്ച് ലാബറട്ടറി ആണ് കഹൂട്ട എന്ന് പറയുന്നത്. കഹൂട്ട തകർക്കാനുള്ള ശ്രമം അന്ന് ഇന്ദിരാഗാന്ധിയാണ് അബോർട്ട് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 98 മെയ് 28 ചഗായിൽ 2 തവണ അവർ ചഗായി കുന്നുകളിൽ, ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ചഗായി കുന്നുകളിൽ 98 മെയ് 28 പാകിസ്ഥാൻ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി. പിന്നീട് മെയ് 30 ഒന്നുകൂടി നടത്തി. 3 ആണവ പരീക്ഷണങ്ങൾ നടത്തി. 2 ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പാകിസ്ഥാൻ ഒരാണവ രാജ്യമായി മാറി. ഇതേക്കുറിച്ച് CIA ഉദ്യോഗസ്ഥനായിരുന്ന റിച്ചാർഡ് ബാർലോ പറഞ്ഞതെന്നറിയോ? AQ ഖാൻ, അതായത് അബ്ദുൽ ഖാദിർ ഖാൻ, പാകിസ്ഥാൻ ആണവ പദ്ധതിയുടെ പിതാവ്, പറഞ്ഞത് ലോകത്ത് ക്രിസ്ത്യാനിക്ക് ബോംബുണ്ട്, ഹിന്ദുക്കൾക്കും ബോംബുണ്ട്, ഹിന്ദു ബോംബുമുണ്ട്, ന്യൂക്ലിയർ ബോംബ്. ക്രിസ്ത്യൻ ആണവ ബോംബുണ്ട്, ഹിന്ദു ആണവ ബോംബുണ്ട്, നമുക്കൊരു ഇസ്ലാമിക് ആണവ ബോംബ് വേണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ആണവ ബോംബ് പദ്ധതിയായിട്ട് പോകുന്നത്. അതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഇസ്ലാമിക് ബോംബ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും സഹായം കിട്ടും. പണം വേണമല്ലോ, ആണവ പരീക്ഷണം നടത്താൻ ഒരുപാട് പൈസ വേണം. പാകിസ്ഥാൻ്റെ പൈസയില്ല. അപ്പോൾ ഇസ്ലാമിക് ബോംബ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം സഹായിക്കും,
അവരുടെ നേതാവായിട്ട് പാകിസ്ഥാന് മാറാം. അതുമാത്രമല്ല, ആവശ്യം വന്നാൽ ഞങ്ങൾക്കുമൊക്കെ ബോംബ് കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാമിക് ബോംബ് എന്ന തരത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചതെന്നും ഈ റിച്ചാർഡ് ബാർലോ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ വിപത്ത്, ഇപ്പോൾ ലോകത്തെ ഇന്നും ഭയപ്പെടുന്നൊരു വിപത്താണ് ഇറാൻ ആണവ ബോംബുണ്ടാക്കിയാൽ അത് ഹൂത്തികളുടെ കയ്യിൽ ചെല്ലാം, അല്ലേ, അല്ലെങ്കിൽ ഹമാസിൻ്റെ കയ്യിൽ ചെല്ലാം. അങ്ങനെ ആരുടെ കയ്യിലും ഈ ന്യൂക്ലിയർ വെപ്പൺ എത്താം എന്നുള്ള ഭയം കൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നിരന്തരം ഇറാനെ ആക്രമിക്കുന്നത്. ഇറാൻ്റെ ആണവ പദ്ധതി സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു മമതയുണ്ട്. കാരണം അമേരിക്കയെ കൃത്യമായിട്ട് അറിയാം അമേരിക്കയുടെ ബോംബുകളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് വെച്ചാൽ, റിച്ചാർഡ് ബാർലോയുടെ വെളിപ്പെടുത്തൽ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ നരേന്ദ്രമോദിയെ ഇന്ദിരാഗാന്ധിയോട് കമ്പയർ ചെയ്യുകയാണ്. പാകിസ്ഥാനെ രണ്ടായി വെട്ടിമുറിച്ചു, എന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ നേട്ടം നമ്മൾ ഉണ്ടാക്കിയെങ്കിലും അതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ കഥ പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ യുദ്ധത്തിലെടുത്ത നിലപാടൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കഥ പറയുമ്പോൾ ഇന്ദിര കാണിച്ച ഒരു ചതി കാരണമാണ് പാകിസ്ഥാന് ഈ ആണവ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയത് എന്നത് അരക്കിട്ടുറപ്പിക്കുകയാണ് റിച്ചാർഡ് ബാർലോയുടെ ഈ വെളിപ്പെടുത്തൽ. 2-3 ദിവസമായുള്ളൂ റിച്ചാർഡ് ബാർലോ ഇത് പറഞ്ഞിട്ട്. മലയാളത്തിലൊരൊറ്റ മാധ്യമം, മലയാളത്തിലെ ഒരു ചാനലിലും ഒരു പത്രത്തിലും റിച്ചാർഡ് ബാർലോ പറഞ്ഞ കാര്യമില്ല. കാരണം അങ്ങനെ കൊടുത്താൽ മോദി വീണ്ടും വലുതാവും. ഇന്ദിര എന്നിവർ പറയുന്ന ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് പറയുന്ന ഇന്ദിര ചെറുതാവും. ഇന്ദിര ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആണവ പോർമുന ഉണ്ടായത് ഇന്ദിരാഗാന്ധി സഹായിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് വലിയ ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നെഹ്റു കുടുംബം, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ, രാഹുൽ ഗാന്ധിയുടെ അമ്മ, ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ. കാരണം പാകിസ്ഥാൻ ആണവ രാജ്യമാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷേ മോദിയുടെ കാലത്ത് അത് മാറ്റി. വേണ്ടി വന്നാൽ ആദ്യം ഉപയോഗിക്കാനും നമ്മൾ മടിക്കില്ല എന്ന് പറയും. ഇപ്പോൾ ലോകത്ത് 9 രാജ്യങ്ങൾക്കാണ് ആണവശേഷിയുള്ളത്. നമുക്കറിയാവുന്നില്ല, ചൈന, റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, UK, ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രയേൽ, നോർത്ത് കൊറിയ. ആ കൂട്ടത്തിൽ ആരുണ്ടാവില്ലായിരുന്നു? പാകിസ്ഥാൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ ആണവ രാജ്യമായി വളരെ സഹായിച്ചത്. കാരണം കഹൂട്ട അന്ന് തകർത്തിരുന്നെങ്കിൽ 83-ൽ തകർത്തിരുന്നെങ്കിൽ 98-ൽ അവർക്ക് ആണവ പരീക്ഷണം നടത്താൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇസ്രയേൽ വിമാനങ്ങൾ, ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ ഒരു യെസ് മതി. ട്രാഫിക് എന്ന് പറയുന്ന സിനിമയില്ലേ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോ പറയാം. നോ പറഞ്ഞാൽ ഈ ദിവസം ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകും. പക്ഷെ നിങ്ങളൊരു യെസ് പറഞ്ഞാൽ അത് ചരിത്രമാകുമായിരുന്നു. ഇന്ത്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ശക്തിയായി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മളൊന്ന് നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന രാജ്യമായിട്ട് മാറുമായിരുന്നു. അങ്ങനെ ഇന്ത്യയെ വളരാൻ, പാകിസ്ഥാനെ ചെറുതാക്കാൻ ഇസ്രയേൽ കൈനീട്ടിയിട്ടും ഇന്ദിരാഗാന്ധി സ്വീകരിച്ചില്ല. വിമാനങ്ങൾ റൺവേയിൽ റെഡിയാക്കി നിർത്തി. F-15ഉം F-16ഉം ഒക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ യുദ്ധവിമാനങ്ങൾ. അത് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചരിത്രത്തിലൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ CIA ഉദ്യോഗസ്ഥൻ, ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ മൊറാർജി ദേശായി ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ റിച്ചാർഡ് ബാർലോ പറയുന്നത് മൊറാർജി ദേശായി ഒന്നുമല്ല, അത് ആ അവസരം നിഷേധിച്ചത് ഇന്ദിരാഗാന്ധിയാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർ അത് മൊറാർജി ദേശായിയുടെ കാലത്തല്ലേ, ജനതാ സർക്കാരായിരുന്നു, ഞങ്ങളല്ല, ഞങ്ങളുടെ മാടമായിരുന്നെങ്കിൽ പാകിസ്ഥാനെ തകർത്ത് കളഞ്ഞ. അങ്ങൊന്നുമല്ല. പേടിച്ചു. ആരെ പേടിച്ചു? അമേരിക്കയെ പേടിച്ചു. PLOയുടെ യാസർ അരാഫത്ത് ഇന്ദിരാഗാന്ധിയിൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രയേലിനെ വളരാൻ, ഇസ്രയേലിലെ ലക്ഷ്യം സാധിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തി. ഇതാണ് ചരിത്രം. ഈ കഥയാണ് ഇപ്പോൾ CIA ഒരു ചാരൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.